നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് നിനക്കൊന്നും ആ പണത്തിന്റെ വിഹിതം മാറ്റിവെച്ചിട്ടില്ല. ചില്ലി പൈസ പോലും നമുക്ക് കിട്ടുന്നു തോന്നില്ല. ഇനി എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഏട്ടൻ നമ്പർ ഇടയ്ക്ക് അച്ഛനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? മോളെ, പ്രകാശ് പറഞ്ഞത് നല്ലൊരു ഐഡിയ. നല്ലൊരു ഇൻഷുറൻസ് സ്കീമിലാ അവൻ ഗൂഗിളിന് ചേർക്കാൻ പോകുന്നത്. അവന്റെ ഭാവി എല്ലാ രീതിയിലും സുരക്ഷിതമാക്കുന്ന ഒരു പദ്ധതി. ആ, എന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞാ കൊള്ളാം. ഡീറ്റെയിൽസ് ഒക്കെ തരാം. ആദ്യം എത്ര തുക അടയ്ക്കേണ്ടി വരും? 5 ലക്ഷം രൂപ അടച്ചാ മതി. 5 ലക്ഷം രൂപയോ? 5 ലക്ഷം അടച്ചാൽ എന്താ? ഗോകുല് കോളേജിൽ എത്തുമ്പോഴേക്കും അത് 50 ലക്ഷം രൂപയാവും. അതൊരു വലിയ തുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഏട്ടാ, ഈ കമ്പനി പ്രൈവറ്റ് ആണോ അതോ? പ്രൈവറ്റാ. അതെ, ആ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡോ അങ്ങനെ മറ്റെന്തെങ്കിലും കയ്യിലുണ്ടോ? അത് പിന്നെ വിസിറ്റിംഗ് കാർഡൊന്നും കയ്യിലില്ല. വെറുതെ ഇടങ്കോലിടാൻ വന്നിരിക്കുന്നു. നീ ആരടി? വക്കീലോ? ചുമ്മാതല്ല, വക്കീൽ ഓഫീസിലെ പണി നിന്നെ തെറിച്ചു പോയത്. ആരെയും നന്നാവാനും സമ്മതിക്കുകയില്ല, അവളൊട്ട് നന്നാവേയില്ല. നല്ല മനസ്സുണ്ടെങ്കിൽ എനിക്ക് പണം തന്നാ മതി. പ്രകാശ, അവളോടൊരു നീ എന്തിനാടി അവനെ ദേഷ്യം പിടിപ്പിച്ചത്? അച്ഛാ, അച്ഛന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ അടിച്ചു മാറ്റാനുള്ള തട്ടിപ്പ് പദ്ധതിയായിട്ടാണ് ഏട്ടൻ വന്നത്. ശുദ്ധഗതിക്കാരനായ അച്ഛൻ അതിലൊന്നും വീണു പോകരുത്. ദേ, സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. എന്നാലും ഗോകുലിന്റെ ഭാവിയല്ലേ? സ്വന്തം അച്ഛനെ തന്നെ പറ്റിച്ചുകൊണ്ടല്ലേ മോന്റെ ഭാവിക്ക് അടിത്തറ ഇടേണ്ടത്? അച്ഛാ, അത് വിട്ടേക്കച്ഛാ. പ്രകാശാണല്ലോ. എന്താടാ പ്രകാശ്? നിനക്ക് സുഖാണോന്ന് അറിയാൻ വിളിച്ചതാ. ഓ പിന്നെ നീ അങ്ങനെ എന്റെ സുഖപോരൊന്നും തിരക്കണ്ട. വീട്ടില് കാര്യമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നീ എന്നെ വിളിക്കാറുള്ളൂ. നീ കാര്യം പറ. അല്ല, അച്ഛന് ഈ കമ്പനിയിൽ നിന്ന് കിട്ടേണ്ട PF തുക കിട്ടി. അച്ഛനാ തുക മനോജിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അയ്യോ, മനോജിന് കൊടുക്കാൻ തീരുമാനിച്ചെന്നോ? എന്നിട്ട് അമ്മയൊന്നും പറഞ്ഞില്ലയോ? ഓ എടാ, നിന്റെ നാ ഇറങ്ങി പോയോ? എടാ, ഈ കാര്യത്തിൽ അമ്മയൊന്നും പറയുന്നില്ലേന്ന്. പണമെല്ലാം മനോജിന് കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ അമ്മയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അമ്മ പറയണത് അതുപോലെ അനുസരിച്ച് നിൽക്കുക ഇപ്പൊ അച്ഛനും. എനിക്ക് നിനക്കൊന്നും ആ പണത്തിന്റെ വിഹിതം മാറ്റിവെച്ചിട്ടില്ല. ചില്ലി പൈസ പോലും നമുക്ക് കിട്ടുന്നു തോന്നില്ല. ഇനി എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ഞാനിതാ എത്തിക്കഴിഞ്ഞു. കാണിച്ചു തരാം. കുടുംബകലയ്ക്ക് വരുന്നുണ്ട്. വായിച്ചങ്ങ് തള്ളുവാണല്ലോ കളവി.
80 കഴിഞ്ഞിട്ടും കാലിന് വേണ്ടാതെ കിടക്കുന്നു. ചാവത്തൂല, കട്ടിലൊഴിയത്തൂല, നാശം. ഇതാര് വസന്തമാണോ? നിന്റെ കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഓർത്തതേ ഉള്ളൂ. വേണ്ട, അങ്ങനെ സുഖിപ്പിക്കുന്ന നമ്പരൊന്നും ഇങ്ങോട്ട് വേണ്ട. ഹ, ഈ ലോകത്താര് ഓർത്താലും ദേ കളവി, നിങ്ങൾ എന്നെ ഓർക്കത്തില്ലെന്ന് എനിക്കറിയാം. അത് ശരിയാ. താടകയുടെ ഭാഗം വായിച്ചോണ്ടിരിക്കുമ്പോ നിന്നെ അല്ലാതെ വേറെ ആരെ അടി ഓർക്കണ്ടേ? ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ അച്ഛനമ്മമാരെന്ന് പറയുന്ന മഹാത്മാക്കൾ ഇവിടെ ഉണ്ടോ ആവോ? ഇങ്ങോട്ട് വന്ന് കേറിയില്ല, അതിനു മുമ്പേ തൊള്ള തുറക്കാൻ തുടങ്ങിയോ? അച്ഛൻ റിട്ടയർഡായി, കുറച്ച് പണം കിട്ടി, അതറിഞ്ഞിട്ട് വന്നതല്ലേടി നീ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, സാധാരണ ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോഴാണല്ലോ നീ കുളം കലക്കാനും വഴക്കടിക്കാനും ഒക്കെ വരുന്നത്. എന്നെ വഴക്കാളിയാക്കിയല്ലേ? വഴക്കാളിയായ നിന്നെ പിന്നെ തക്കാളിയാക്കാൻ പറ്റൂടി? ദേ കാണിച്ചു തരുന്നുണ്ട് ഞാൻ. അല്ലേ അല്ലേ, അകത്തോട്ടേ അല്ലേ, അവിടെ ചെന്ന് കാണിക്കേ. മാധവന് ജനിച്ച ഏറ്റവും വലിയ പാഴ് എന്റെ ശ്രീപത്മനാഭ. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. നീ വന്നത് കാശിന്റെ കാര്യം ചോദിക്കാനാണെങ്കിൽ കാശെല്ലാം മനോജിന് കൊടുത്തു പോയി. അവനാണിപ്പോ പണത്തിന് ആവശ്യം. അവനല്ല, എനിക്കാ കാശിന് അത്യാവശ്യം. എനിക്ക് 2 പെൺമക്കളാ ഉള്ളത്. അച്ഛന് കിട്ടിയ കാശിന്റെ ഇരട്ടി കാശിന് ആവശ്യക്കാരിയാ ഞാൻ. ആ പണം മുഴുവൻ എനിക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനെ നിനക്ക് പണത്തിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് സതീശൻ നേരിട്ട് വന്ന് ചോദിക്കട്ടെ, അപ്പൊ ആലോചിക്കാം. സതീശൻ വന്ന് ചോദിക്കാനോ? അതെന്ത് ന്യായമേ? അമ്മയുടെ മോള് സതീശനല്ല, വസന്തയാ. വസന്ത തന്നെയാണ് പണം ചോദിക്കേണ്ടത്. അതെ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, നീ ചുമ്മാ കയറി വന്നതല്ല. നീ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടാ വസന്ത വന്നത് അല്ലേ? അത് പിന്നെ പ്രകാശ് ഫോൺ ചെയ്തിട്ട് തന്നെയാ ഞാൻ വന്നത്. ഞങ്ങളെ ഇരട്ടകളാ. എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്നാ പയറ്റുന്നത്. അത് ശരി. മക്കളിൽ ഏറ്റവും മൂത്തവരായി നിങ്ങള് ഈ ഒത്തൊരുമയൊന്നും ഇളയവരുടെ കാര്യത്തിൽ കാണിക്കാത്തതെന്താ? ഓ, ഈ തള്ള ഒരു ദുരന്തം തന്നെ. ഞാൻ വടക്ക് ഇരിക്കാനുള്ളതിന്. ഒരച്ഛൻ ആയുഷ്കാലം മുഴുവൻ പണിയെടുത്ത് ഒന്നുമാകാതെ തളർന്നു വന്നിരിക്കുക. അങ്ങനെയുള്ള ഈ കിളവിനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ധൈര്യം പകരാനോ ഒരു മക്കള് പോലും ഇല്ലാതായി പോയല്ലോ. അച്ഛനാണെന്ന് പറഞ്ഞാ പോരാ, മക്കളെയൊക്കെ ഒരുപോലെ കാണണം. അവരോട് ന്യായമായിട്ട് പെരുമാറണം. ശരി, അച്ഛൻ ന്യായം ഒന്നും കാണിച്ചില്ല. ഇവരിതുവരെ എന്ത് ന്യായമാ അച്ഛനോട് കാണിച്ചിട്ടുള്ളേ? ചോദ്യം പ്രകാശനോടും കൂടിയാ. എന്ത് ന്യായമാ നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ളത്? എന്ത് സഹായമായി നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.